നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു. തലയുടെ വലതുഭാഗത്ത് ഏറെ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ശരീരത്തിൽ പലയിടത്തും അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ. മരണം വീഴ്ചയിൽ തന്നെയാണെന്നും മറ്റ് അസ്വാഭാവികത ഇല്ലെന്നും നിഗമനം. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പറളി എടത്തറയിലുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചത് എടത്തറ നെയ്ത്തോട്ടുതൊടിയിൽ 51 വയസ്സുള്ള ലത. വോട്ടിന് നോട്ട് വിവാദത്തിൽ പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തി. ഹൈക്കോടതി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിനോടൊപ്പമാണ് RDO ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത്. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കണ്ണാടി പഞ്ചായത്തിലെ തരുവക്കുഴിയിൽ വോട്ടിനായി നോട്ട് കൊടുത്ത സംഭവത്തിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. വാർത്തകളിൽ വിശദമായി. ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ശരീരത്തിൽ പലയിടത്തും അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മരണം വീഴ്ചയിൽ തന്നെയാണെന്നും മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ലെന്നും നിഗമനം. കാണാതായ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ ചെങ്കുത്തായ പ്രദേശത്ത് നിന്ന് തെർമൽ ഡ്രോണിന്റെ സഹായത്തോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീനന്ദന അബദ്ധത്തിൽ താഴേക്ക് വീഴാൻ യാതൊരു സാധ്യതയുമില്ലെന്നും ആരെങ്കിലും അപായപ്പെടുത്തിയതാകാമെന്നും കുടുംബം ആരോപിച്ചു. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചെരുവുള്ളത്. ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചെരുവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിനോടിന് ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടിയെ കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കുറേ പേരവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷോറാണ്. അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്. രമേശ് അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ഏരിയയിലൊന്നും നിന്നില്ല. ഈ പരാതി വിശദമായി അന്വേഷിക്കുമെന്ന് ചിക്കമംഗളൂരു പോലീസ് വ്യക്തമാക്കി. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം കുടുംബത്തിനും അയൽക്കാർക്കൊപ്പം വിനോദസഞ്ചാരത്തിന് പോയതായിരുന്നു കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശിന്റെയും രോഹിണിയുടെയും മകളായ ശ്രീനന്ദ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പറളി എടത്തറയിൽ വാഹനാപകടത്തിൽ രാവിലെ പാൽ വാങ്ങാൻ പോയ വീട്ടമ്മ മരിച്ചു. എടത്തറ നെയ്ത്തോട്ടുതൊടിയിൽ പരേതനായ സുരേന്ദ്രന്റെ ഭാര്യ 51 വയസ്സുള്ള ലതയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് എടത്തറ അർബൻ സൊസൈറ്റിക്ക് മുന്നിൽ വെച്ചാണ് ഓട്ടോ ഇടിച്ചത്. ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മക്കൾ ശ്രീരാഗ്, ശ്രീകുട്ടി. വോട്ടിന് നോട്ട് വിവാദത്തിൽ പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തി. ഹൈക്കോടതി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിനൊപ്പമാണ് RDO ഓഫീസിലെത്തിയാണ് ശോഭാ സുരേന്ദ്രൻ മൊഴി നൽകിയത്. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കണ്ണാടി പഞ്ചായത്തിലെ തരുവക്കുറിശിയിൽ വോട്ടിനായി നോട്ട് കൊടുത്തു എന്ന സംഭവത്തിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. RDOയുടെ മുന്നിൽ ചില കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ചോദിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ്. ഹൈക്കോടതിയിലെ സീനിയർ വക്കീലായിട്ടുള്ള ശ്രീമാൻ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഇലക്ഷൻ ചീഫ് ഏജൻറ്റ് അഡ്വക്കേറ്റ് പത്മപ്രകാശ് എന്നോടൊപ്പം ഉണ്ട്. ഇലക്ഷൻ്റെ പ്രഭാരി ശ്രീമാൻ സ്മിതേഷ്, മുനിസിപ്പൽ ചെയർമാൻ നമ്മളോടൊപ്പമുണ്ട്. നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ ശ്രീമാൻ ചാച്ചി ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി മിലൻ ഉൾപ്പെടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും കൂടി നമ്മൾ വന്നു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിശബ്ദ പ്രചരണ ദിനത്തിൽ ശോഭാ സുരേന്ദ്രനൊപ്പം കാറിൽ സഞ്ചരിച്ച BJP സൗത്ത് ഇന്ത്യൻ സെൽ ഭാരവാഹി സജീവാണ് നാഗുണി നിവാസിൽ ദേവുവിന് പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചത്. ദേവുവിന് സിമി പണം നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. സിമി സജീവിനെ അറിയില്ലെന്നും കാറിൽ നിഴലായിരുന്നു എന്നും ശോഭ പറഞ്ഞതോടെ BJP നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന സിമിയുടെ ചിത്രവും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. സംഭവം തിരക്കഥയാണെന്നാരോപിച്ച ശോഭാ സുരേന്ദ്രൻ വീഡിയോ AI സഹായത്തോടെ നിർമ്മിച്ചതാണെന്നും പറഞ്ഞിരുന്നു. വീഡിയോയും ചിത്രങ്ങളും പ്രചരിച്ചതോടെ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. വിശദ പരിശോധന നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷനും അറിയിച്ചിരുന്നു. സംഭവ ദിവസം തന്നെ NDA പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇലക്ഷൻ ചാർജ് ഏജന്റ് AD പത്മപ്രകാശ്, നഗരസഭാ ചെയർമാൻ സ്മിതേഷ് എന്നിവരും മൊഴി നൽകാനെത്തിയ ശോഭയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മൊഴിയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ പ്രതികരിക്കാൻ ശോഭ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ചുടുവാലത്തൂരിൽ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ പ്രതികളെ ഇനിയും പിടികൂടാനായില്ല. ഇക്കഴിഞ്ഞ മാർച്ച് 16-നാണ് കരുവാൻകുന്നത്ത് മാലതിയുടെ വീട്ടിൽ നിന്നും 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ പോയത്. ഷൊർണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേസിൽ 3 പ്രതികളുണ്ടെന്ന് CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞിരുന്നു.
ഇക്കഴിഞ്ഞ മാർച്ച് 16-ന് പുലർച്ചെയായിരുന്നു ചുടുവലത്തൂർ കരുവാൻകുന്നത്ത് മാലതിയുടെ വീട്ടിൽ നിന്നും 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നത്. കിടന്നുറങ്ങുകയായിരുന്ന മാലതിയുടെയും മകളുടെയും കഴുത്തിൽ നിന്നാണ് 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ അന്ന് മോഷ്ടാക്കൾ പൊട്ടിച്ചോടിയത്. കേസുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ SI അശ്വിനാണ് അന്വേഷണ ചുമതല. അന്ന് ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം 1 മാസത്തോളമായിട്ടും കേസിൽ പ്രതികളെ ഇനിയും പിടികൂടാനായിട്ടില്ല. പ്രാഥമികമായി നടത്തിയ കേസന്വേഷണത്തിൽ 3 പ്രതികൾ ഉണ്ടെന്ന് CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞിരുന്നു. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസന്വേഷണം പുരോഗമിക്കുന്നത്. ഈ കേസിനു പിന്നാലെ ഷൊർണൂരിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നടന്ന കവർച്ചയിലെ പ്രതിയെയും കുളപ്പുള്ളിയിലുണ്ടായ തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലെയും പ്രതികളെ വളരെ വേഗത്തിൽ പോലീസിനെ പിടികൂടാനായി. ചുടാരത്തൂരിലെ സ്വർണ്ണാഭരണ കവർച്ചാ കേസിലെ പ്രതികളും ഉടൻ വലയിലാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM നേതാവും ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന P. ഉണ്ണികൃഷ്ണൻ അനുസ്മരണ യോഗം വാരണാസിയിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി അംഗം NP വിനയ്കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. CPM നേതാവും ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന P. ഉണ്ണികൃഷ്ണന്റെ 5ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗമാണ് വാരണാസി ഗേറ്റ് പരിസരത്ത് സംഘടിപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയ്കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രചരണത്തിലും പ്രവർത്തനത്തിലും അസാമാന്യമായ ഒരു നേതൃശേഷിയുള്ള സഖാവാണ് ഉണ്ണീഷൻ. ഓരോ ഓർഡറേയും സൂക്ഷ്മം പഠിക്കാനും വിലയിരുത്താനും നമ്മുടേതല്ലാത്ത ആളുകളെ നമുക്ക് അനുകൂലമായി ചിന്തിപ്പിക്കുന്നതിനും വോട്ട് ചെയ്യിപ്പിക്കുന്നതിനുമൊക്കെ ഇടപെടുന്നതിൽ ഒരു പ്രത്യേക വൈദഗ്ധ്യം കഴിവും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായി ഇരിക്കുമ്പോഴാണ് അതുവരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 7ാം വാർഡ് അദ്ദേഹം ജയിക്കുന്നത്, അല്ലേ കുമാരേട്ട? നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയുന്ന അന്നത്തെ കുര്യാനക്കുന്ന് വാർഡാണ് 9ാം വാർഡ്. അവിടെയും അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചു. അപ്പോ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ജനങ്ങളിൽ നിന്ന് സ്വാധീനം ഉണ്ടാക്കുന്നതിനും വോട്ട് നേടുന്നതിനുമുള്ള ഒരു പ്രത്യേകമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം TV ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. LC സെക്രട്ടറി PP വിജയൻ, K അശോകൻ, C ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. CPM വാരണാസി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മലയാളികളുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ഒരു വിഷുക്കാലം കൂടി വന്നെത്തി. മേടമാസത്തിലെ വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറായിരിക്കുകയാണ്. വിഷുവിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കണിക്കൊന്ന എങ്ങും വിരിഞ്ഞു നിൽക്കുന്നത് ഏറെ ദൃശ്യമനോഹാരിത നിറഞ്ഞതാണ്. മലയാളികളുടെ ഒരു വിഷുക്കാലവും കൂടി അടുത്തെത്താറായി. വിഷുവിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ കാണുന്ന കണിക്കൊന്ന. എങ്ങും പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ ദൃശ്യ മനോഹാരിത നിറഞ്ഞ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ്. ഒരു മരം നിറയെ ഇത്തരത്തിൽ കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ണിന് ഇമ്പമാർന്ന കാഴ്ചയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവ സുലഭമായി ലഭിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ മിക്കയിടങ്ങളിലും കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ്. വിഷുക്കണിക്കായി ഉപയോഗിക്കാൻ കണിക്കൊന്ന പലരും വഴിയോര കച്ചവടക്കാരിൽ നിന്നും വാങ്ങുന്ന സ്ഥിതിയായിരുന്നു. മേടമാസത്തിലെ വിഷു ഇത്തവണ 15-നാണ്. ഒരു വിഷുക്കാലം കൂടി വരവേൽക്കാൻ മലയാളികൾ തയ്യാറെടുപ്പിലാണ്. പുതുവസ്ത്രങ്ങളണിഞ്ഞും പടക്കം പൊട്ടിച്ചും കണി കണ്ടും ഇത്തവണയും മലയാളികൾ വിഷു കളറാക്കും. ന്യൂസ് ഡെസ്ക്, STV ന്യൂസ്. ഒരാഴ്ചയായി നീണ്ടുനിന്നിരുന്ന കേരളശ്ശേരി കുണ്ടലശ്ശേരി തിരുനെല്ലി ശങ്കരനാരായണ ക്ഷേത്രത്തിലെ തിരുനെല്ലി ഉത്സവങ്ങൾക്ക് സമാപനമായി. രാവിലെ പള്ളി ഉണർത്തൽ, 8:30 ആറാട്ട്, തുടർന്ന് മേളത്തോടെ തിരിച്ചെഴുന്നള്ളത്ത്, ദക്ഷിണ സമർപ്പണം, ഉച്ചയ്ക്ക് പ്രസാദൂട്ടും എന്നിവയുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് ദീപാരാധന നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സാംസ്കാരിക സദസ്സ് കേരളശ്ശേരി പഞ്ചായത്ത് ഉപാധ്യക്ഷ രമാമുരളി ഉദ്ഘാടനം ചെയ്തു.
പരിപാടികളൊക്കെ വളരെ ഉഷാറായി തന്നെ ആർക്കും ഒരു പരാതിയും പറയാത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഭാരവാഹികളുടെ സഹായത്തോടെ നമുക്കത് നടത്താൻ സാധിച്ചു. ഇനിയും വരും വർഷങ്ങളിലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ അമ്പലത്തിന് പുരോഗതി ഉണ്ടാവട്ടെ. ഇത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരെയും അകമ്പൈ സഹായം ഉണ്ടെന്ന് മാത്രമാണ് നമ്മുടെ അമ്പലം ഇത്ര നല്ല രീതിയിൽ പരിപാടി നടത്താൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി കൂടി പറയുകയാണ്. ഈ പരിപാടി എന്തായാലും ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. മുണ്ടഞ്ചേരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പി രാജേഷ് കുമാർ, ദിവ്യ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം സെക്രട്ടറി പി ശശി സ്വാഗതവും പ്രശാന്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് പള്ളിവേട്ട, പാണ്ടിമേളം, രാത്രി 10-ന് വെടിക്കെട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു. തലയുടെ വലതുഭാഗത്ത് ഏറെ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ശരീരത്തിൽ പലയിടത്തും അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ. മരണം വീഴ്ചയിൽ തന്നെയാണെന്നും മറ്റ് അസ്വാഭാവികത ഇല്ലെന്നും നിഗമനം. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പറളി എടത്തറയിലുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചത് എടത്തറ നെയ്ത്തോട്ടുതൊടിയിൽ 51 വയസ്സുള്ള ലത. വോട്ടിന് നോട്ട് വിവാദത്തിൽ പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തി. ഹൈക്കോടതി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിനോടൊപ്പമാണ് RDO ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത്. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കണ്ണാടി പഞ്ചായത്തിലെ തരുവക്കുഴിയിൽ വോട്ടിനായി നോട്ട് കൊടുത്ത സംഭവത്തിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.